സാറേ, ഇത് പണ്ടാരടങ്ങുന്നൊരു ഉറക്കാണ്. അങ്ങനത്തെ ഉറക്കം എപ്പോ നോക്കിയാലും ഉറക്ക്. സാറേ, ഒരു ഷീട്ട് ഇറക്ക് സാറേ. ഇതെല്ലാം കൂടി തരികയാണ്. ഒരു ഷീട്ട് ഇറക്കാൻ പറഞ്ഞാല് സാറേ. അപ്പൊ പെരുമ്പാമ്പറക്ക് പെരുമ്പാമ്പറക്കല്ലേ? എന്നാലേ ഇത് എന്റെ ഗുലാന്റെ പീടിയാണ് കേട്ടാ. ഞാൻ ആസിന്റെ പീടിയാ. പെരുമ്പാമ്പെന്താ ഇറക്കിയത്? ഞാൻ ഗുലാൻ. പിന്നെ അയ്യോ, നമ്മളെ കളി കണ്ടുണ്ടാവും. എന്താടാ ഇത്? ചീട്ട് പോലീസ് സ്റ്റേഷനിൽ ചീട്ടുകളിയാണ് ജോലിയല്ലേ? ഞാൻ കളിക്കുന്നില്ലെന്ന് ആവുന്നതും പറഞ്ഞതാ. അയ്യോ, പറയുന്ന പറച്ചില് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരുന്നേ. വാ അപ്പൂട്ടെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന പറച്ചില് കേട്ടോ സാറ്. കള്ളം, പച്ചക്കള്ളം. ആ മതി മതി. പോലീസുകാർക്കൊരു അന്തസ്സുണ്ട്, മനസ്സിലായി? അത് കളഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എല്ലാം മനസ്സിലായി. വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കൂലി മേടിക്കുന്ന തനിക്കൊക്കെ എന്തോന്ന് അന്തസ്സറോ? ആ വിഗ്രഹം കൊണ്ടുവന്നവരെ അവിടെ അകത്തുള്ളൂ സാർ. വിളിക്കണോ? പൗലോസേ, അവരെയും കൊണ്ടുവരൂ. ഇങ്ങോട്ടേക്ക് വരടാ. മരികളെ ഇങ്ങോട്ട് നടക്കടാ. അങ്ങോട്ട് പറയില്ല. എടോ, ഇവരെ സാക്ഷിപ്പട്ടിയിൽ ചേർത്ത് പറഞ്ഞേച്ചേ. അപ്പം മറ്റവരെയോ? അവരോടെ കിടക്കട്ടെ. ആളയക്കുമ്പോ വരണം. പൊയ്ക്കോ. നടന്നോ. മുടിഞ്ഞവനെ മൺവെട്ടിയും കോടാലിയും കൊണ്ടാണോടാ ശകുനം വരുന്നേ? ഇത് പണിയായുധങ്ങളാ. ഇന്ന് പോകുന്ന വഴിക്ക് നല്ല വരശായിരിക്കും. ധാരാളം പലിശപ്പണവും പിരിഞ്ഞു കിട്ടും. കൊണ്ട് കളയടാ. തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ. തന്തയ്ക്ക് മുമ്പ് മക്കളുണ്ടാവും. ഉണ്ടാവും, നിന്നെ പോലുള്ള മക്കളുണ്ടാകും. ഞാൻ കുറച്ച് പലിശക്കാശ് പിരിക്കാൻ ഇറങ്ങിയതാ. തൂമ്പായം കൊണ്ട് ശകുനം വന്ന വഴിക്ക് പോയാലേ നാട്ടുകാരെന്നെ എടുത്തിട്ട് കിളക്കി. എന്താടാ തപ്പി പിടിക്കുന്നേ? നീ എന്താടാ കൂടെ തപ്പി പിടിക്കുന്നേ? ഒരു ബെൽറ്റ് പഠിക്കാൻ എത്ര കാലമായി? നീ ആരാടാ മൺട്രോസ് ആയിപ്പോ ബെൽറ്റ് കെട്ടാൻ? ഇത് മതി. ഇത് പശുവിനെ കെട്ടുന്ന കാറല്ലേ? ഇതിന്റെ ബാക്കി എവിടെ? പശുവിന്റെ കഴുത്തിലുണ്ട്. എന്റെ ദൈവമേ, മുതലാളി ദേ വരുന്നു ശബരത്തിന് പറ്റിയ പാർട്ടി. ആരാടാ? എന്തിയടാ? പറഞ്ഞല്ലോ, പട്ടാളം ഞാനായി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇതിനെയൊക്കെ വേണം ശകനം കണ്ടോണ്ട് പോവാൻ. നീ വാതിലും തുറന്നിട്ട് അയൽപക്കത്തെങ്ങാനും ചെന്നിരുന്ന് വായും പൊളിച്ച് വാതി ഓടിച്ചോണ്ടിരിക്കരുത്. ഭർത്താവേ, ഇന്ന് വിരിയണേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പരമ മാറി. കുറച്ച് വെള്ളം കുടിക്കുന്നോ? ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ. സംഗതി ആ കുഴഞ്ഞല്ലോ. കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയി. റൂട്ട് മാറ്റിക്കളാ. ആശാനി എങ്ങോട്ടാ? എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം. പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം. സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല. അതിരിക്കട്ടെ, ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം? അതെന്താ അങ്ങനെ? രാഷ്ട്രീയം പലതുണ്ടോ? ആശാനെ, ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാ. ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാ. ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത്. കൊള്ളാം. മുതലും മുടക്കണ്ട, ദേഹം അനങ്ങണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത്? തൊലിക്ക് നല്ല കട്ടി, നാക്കിന് നല്ല നീളവും. അതുണ്ടാക്കാൻ എന്താണ് വഴി? ഉണ്ടായിക്കോളൂ, തനിയെ ഉണ്ടായിക്കോളൂ. ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ. വാ, അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഒന്ന് പിടിച്ചോളൂ നാരായണ.
അങ്ങോട്ട് കയറിയോ. അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഒരു പരിചയവുമില്ലാതെ. ഒരു പരിചയവും വേണ്ടെന്ന്. ഇതങ്ങോട്ട് ദക്ഷിണ കൊടുത്ത് അങ്ങോട്ട് കയറിക്കോ. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന്റെ ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം. ചെല്ലേ. വരണം വരണം വരുന്നേ. ആളറിയാണ്ടിരിക്കാനായിരിക്കും വേഷം മാറി വന്നത്. ഇരിക്കണം. ഇതാണ് എന്റെ വേഷം. എന്താ ഇത്? ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ, ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം. ഇരിക്കണം. ഇരിക്കുന്നേ. എന്താ ഒരു താണക്കാരൻ വന്നിരിക്കുന്നു. നാരായണ. ആരാണ് നാരായണൻ? പുറത്ത് നിൽപ്പോട്ടെ. അയാൾ പിന്നെ വന്നോട്ടെ. ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാ. വേഗം പോകണ്ട. നാരായണ. എന്ത് പണിയാ നാരായണൻ താനി കാണിച്ചത്? എന്താ, ഒന്നും നടന്നില്ലേ? എന്ത് നടക്കാൻ? അവളൊന്നും പഠിപ്പിച്ചില്ലേ? അതൊരു വേശ്യാലയമാണ് നാരായണൻ. ആശാനെ, അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസം ഉള്ളൂ. ജാതിയില്ല, മതമില്ല, പ്രായവ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ഏതായാലും വലിയ ചതിയായിപ്പോയി നാരായണൻ. ഓടിക്കോ, ഓടിക്കോ. പോലീസിനെ കാണിക്കുമ്പോൾ നാരായണൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഓടിക്കോ. നിൽക്കൂ നാരായണ. എന്താടി, ഇന്നലെ നല്ല കോളായിരുന്നു തോന്നുന്നല്ലോ. കഥ കിടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ? നിന്റെ അഭിനയൊക്കെ കയ്യിലിരിക്കട്ടെ. എനിക്ക് തൊഴിലല്ല സാർ. എന്റെ ഭർത്താവ് തളർവാദം പിടിച്ച് കിടപ്പാണ്. ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത്. അതെല്ലാം കോടതി പറഞ്ഞാ മതി. ആ നടക്ക്. എല്ലാവരും ഇത് തന്നെ അടി പറയുന്നത്. ഒരു നടപ്പ് കണ്ടില്ലേ? നടപ്പ് ദോഷം കൊണ്ടല്ലേ നമ്മൾ അവളെ പിടിച്ചത്. നടക്കട്ടെ. നടക്കണേ. എന്താ ഒരു ബഹളം? ആരും ഇവിടെ കൂടി നിൽക്കരുത്. എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ. അരുത്, ഇവരെ കൊണ്ടുപോരുത്. നീയാരടേ ഇവരുടെ നേതാവ്? ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കാലുകുത്തില്ലായിരുന്നു. ഇല്ല, മാറില്ല. സാറേ, ഇവിടെ ആള് പെശക. ലോക്കപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സല് നീലാങ്കന്റെ മോള. ഓഹോ, അപ്പൊ ഇവളും നക്സലാണല്ലേ? എന്നാ ഇവളെ കൂടെ പിടിച്ച് വണ്ടി കയറ്റ്. സാറാമേ. സാർ വരൂ ഇവിടെ. ഇവിടെ എന്നെ വരാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞത്. അത് ശരി, നേതാവ് ഇവരെ സംഘടിപ്പിച്ചോ? നിങ്ങൾ പോലീസൊക്കെ സംഘടിക്കാം. മറ്റൊന്നും വിൽക്കാനില്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പണയപ്പെടുന്ന ഇവർക്ക് സംഘടിച്ചൂടല്ലേ? ഇല്ല, മാറില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സ്വഭാവം മാറുന്നുണ്ടോ? നല്ല ഉഗ്രൻ
ചെല്ലു പോ. അയ്യോ, ഓടിക്കോ. ചുണക്കുട്ടൻ ആരാണ് ചെറുപ്പക്കാരൻ? ഒരു തൊഴിലാളി നേതാവാണ്, ഖാദർ. അയ്യോ, പോലീസ് വാന്റെ കാറ്റ് പോയി. പോലീസുകാർക്ക് ഓടുന്നുണ്ടല്ലോ. നിന്നാലേ അവരുടെ കാറ്റ് പോകും. ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും ഒന്ന് വിളിക്കൂ നാരായണൻ, പരിചയപ്പെടാം. അവരുടെ വീടേ ഇവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. വാ, രണ്ടും നമ്മുടെ പാർട്ടി തന്നെ. വീണ വീണയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആശാനെ.